പുതിയ പെൺകുട്ടി? അത് നമ്മുടെ ഗ്രാമസേവികയാ, അമ്പിയ. പുതുതായി വന്നതാ. പവന്മാർക്ക് പോലത്തെ പെണ്ണ്. മുതലാളി ഭാഗ്യവാന. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളാരൊക്കെ മുതലാളിയുടെ കണ്ണുവെട്ടത്തല്ലേ വന്ന് പെടുന്നത്. പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ക്വാർട്ടേഴ്സിലാ. ഗ്രാമസേവികയാവുമ്പോ കൂട്ടത്തിൽ നമ്മളെ ഒന്ന് സേവിക്കില്ല. അത് പിന്നെ പറയാനുണ്ടോ മുതലാളി? ഗിരിജെ, ഗിരിജെ. അയ്യോ, ഗോപിയേട്ടൻ. രാജുട്ടാ, രാജുട്ടാ. എന്താ ഗിരിജെ? ഗോപിയേട്ടൻ വന്നിട്ടുണ്ട്. വേഗം പോണം രാജുട്ടാ. ശബ്ദം ഉണ്ടാക്കല്ലേ, വേഗം വാ. ഗിരിജെ. ഗോപിയേട്ടനോ? നേരെ ഉച്ചയായിട്ട് എഴുന്നേൽക്കാറായി. അമ്മാവന് സുഖം തന്നെയല്ലേ? വരൂ ഗോപിയേട്ട, ഡ്രസ് മാറണ്ടേ? നിന്റെ അമ്മാവന്റെ മകനും കൂട്ടുകാരും വന്നുവെന്ന് മൊയ്തിക്ക പറഞ്ഞു. അവരെവിടെ? അവര് ജോലി തേടി പോയിരിക്ക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ആ, അത് ശരി. വേണ്ട ഗോപിയേട്ട. ഇത്രയും ദിവസം ശ്വാസം മുട്ടുകയാണ്. നിന്നെ കെട്ടിപ്പിടിക്കും. വേണ്ട, ശബ്ദം കേട്ട അച്ഛൻ വിളിക്കും. ആ, പിന്നെ അച്ഛനറിയാത്ത കാര്യമാണത്. കൊതിയൻ. ഇന്നെന്താ പ്രത്യേകിച്ചൊരു അമ്പല പ്രദർശനം? ഗോപിയേട്ടനെ അറിയില്ലേ? ഇന്ന് ഗോപിയേട്ടന്റെ പിറന്നാളാ. അതെയോ? ഞാൻ ഓർത്തതില്ല. അല്ലേലും ഗോപിയേട്ടൻ ഇങ്ങനെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഓർത്തില്ലെങ്കിലും എന്നെ കുറിച്ചുള്ളതെല്ലാം ഓർക്കാൻ നീ ഉണ്ടല്ലോ പെണ്ണെ. എന്നെ സൂക്ഷിക്കാൻ നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഈ ഗോപിയേട്ടൻ ആരെങ്കിലും കാണുന്ന ഒരു വിചാരമില്ല. പോവാം ഗോപിയേട്ട, വീട്ടിലച്ഛനെ ഒറ്റയ്ക്കല്ലേ. ഇന്ന് ഏതായാലും നമ്മൾ ഗോപിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കും. എത്ര ദിവസം ഈ മരച്ചോട് പോയി കഴിയേണ്ടി വരും? 2 ദിവസത്തിനകം ഗോപി തിരിച്ചു പോകും. അതുവരെ അനുഭവിക്കാതെ തരവില്ലല്ലോ. ഉറങ്ങാം, വാ കിടക്ക്. കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ള സ്ഥലമാണ്. വല്ല ആനയോ മറ്റോ വന്നാൽ അറിയ പോലുമില്ല. ഏതായാലും ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കിടക്കാം. ഗോപിയേട്ടൻ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? പോ ചേച്ചി. ഗോപിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നിന്റെ കവിളങ്ങ് തൊടുത്തു. ചേച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്ക് പ്രേമിക്കാം, എനിക്ക് പറയാൻ പാടില്ല. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്ന കാര്യമല്ലേ? അത് ഞാൻ മറന്നിട്ടില്ല. ഇക്കാര്യം ഞാൻ രാജുവേട്ടനോട് പറഞ്ഞിരിക്കുക. ഈ രാജുവേട്ടൻ എങ്ങനെയാ? രാജുവേട്ടൻ നല്ല മനുഷ്യനാ. ഇവിടെ ഉള്ളത് തന്നെ ഒരു സമാധാനമാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. സത്യത്തിൽ ദൈവത്തിന്റെ ഒരു അവതാരമാണ് രാജുവേട്ടൻ. നമ്മുടെ ജാനി ചേച്ചിയല്ല വരുന്നത്. എന്താ ഗിരിജേ, നീ പുറത്തൊന്നും പോകാറില്ലല്ലോ, ഇന്നെന്ത് പറ്റി? അച്ഛന് മരുന്ന് വാങ്ങിക്കണമായിരുന്നു, അതുകൊണ്ടാ. ഇവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും ഈ ജാനകി ചെയ്തു കൊടുക്കൂലേ? ബാല്യക്കാരത്തി പെൺകുട്ടിയെ ആശുപത്രിയിൽ ക്യൂല് നിർത്തിയിട്ട് 2 തടിമാടന്മാർ ഊണ് കഴിച്ചു കിടക്കുന്നു.
അയ്യോ ചേച്ചി, അവര് ജോലി അന്വേഷിച്ചു പോയതാണ്. നീ ഒന്നും മിണ്ടായിരിക്കരുത് ഗിരിജെ. ജോലി അന്വേഷിച്ചു പോകുന്നു. രാജുവാണ് പറഞ്ഞതെങ്കിൽ വിശ്വസിക്കാം. ആ രാമു ഇല്ലേ ചേച്ചി, ആ ഞാനൊന്നും പറയുന്നില്ല. മോളെ അംബികെ, ഗിരിജയുടെ കൂടെ വീട് വരെ ഒന്ന് പോ. ഇന്ന് ചാരായും കോഴിയും വേണമെന്നാ ഗോപാലേട്ടൻ പറഞ്ഞത്. ചാരായം അങ്ങേരുടെ വയറ്റിലുണ്ടാവും. ഞാൻ ഈ കോഴികളെ ഒന്ന് ശരിയാക്കി കൊടുക്കട്ടെ. അയ്യോ ചേച്ചി, 2 കോഴിയോ? അരക്കോഴി ഗോപാലേട്ടന്, പിന്നൊരു 1.5 കോഴിയെങ്കിലും എനിക്ക് വേണ്ടേ മക്കളെ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ.